പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റുപറയുന്ന ഒരു ആത്മീയ അന്തരീക്ഷം റോമാലേഖനത്തില് 12-ാം അധ്യായത്തിന് 1-2 തിരുവചന ഭാഗത്ത് വിശുദ്ധ പൗലോസ് റോമ സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി തീരണം. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ ഒരിക്കലും ഇടയാകരുത്. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുമ്പോൾ ഈ ജീവിതം എത്ര ആനന്ദകരമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു വേണം അവന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കാൻ. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി എന്ത് ചെയ്യണം? നിങ്ങളെ വിളിച്ച വിളി, നിങ്ങളുടെ മനസ്സലിവ് തിരിച്ചറിഞ്ഞ് ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിക്കണം. ഒരു യാഗമായി തന്നെ നമ്മുടെ ജീവിതം മാറണം. നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിനെ കർത്താവിന് കൊടുത്തൊരു യാഗം കഴിക്കാനൊന്നും നമുക്ക് പറ്റിയല്ല. സ്തോത്രയാഗം അർപ്പിക്കണം. എപ്പോഴും നമ്മൾ കർത്താവെ നന്ദി, കർത്താവെ സ്തുതി. ആ ബർത്തിമ വിളിച്ചതുപോലെ ആ നിലവിളിയിലുണ്ടല്ലോ, ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആരാധനയുണ്ടല്ലോ, ഒരു കൂട്ടായ്മയുണ്ടല്ലോ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോഴോ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം ഇല്ലാതെ വരുമ്പോഴോ നമ്മൾ വിളിക്കുള്ളൂ, കർത്താവെ എനിക്കും തരണമേ, കർത്താവെ എനിക്കും കാഴ്ച തരണമേ, എനിക്കും കേൾവി തരണമേ, കർത്താവെ എനിക്ക് സൗഖ്യം തരണമേ, കർത്താവെ എന്നെ നടത്തണമേ. കാരണം ഇത് നമ്മുടെ മനസ്സരിവ് അറിയുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ അവനെ യാഗമായി അർപ്പിക്കുന്നത്. എന്തിനാ? വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സിനെ പുതുക്കിക്കൊണ്ട് ഒരു വലിയൊരു രൂപാന്തരീകരണം പ്രാപിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ തന്നെ മാറുന്ന ഒരു ആത്മീയ അന്തരീക്ഷം നമുക്ക് മുന്നിൽ തിരിച്ചറിയുന്നു. ദൈവഹിതം തിരിച്ചറിയുന്ന ഒരു ആത്മീയ അനുഭവം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരണമേ, എന്നോട് സംസാരിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ, എന്നിൽ ജീവിക്കണമേ, എന്നെ നടത്തണമേ എന്നെല്ലാം നമ്മൾ പറയണം. 2-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൂട്ടും കോട്ടും ഇട്ടും, നല്ലതാണ്, കുഴപ്പമില്ല. നമ്മൾ ആഡംബരത്തിൻ്റെതായ വഴികളിലൂടെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട്, അവൻ കുറഞ്ഞവൻ, നമ്മൾ കൂടിയവൻ, അവൻ കാശില്ലാത്തവൻ, നമ്മൾ കാശുള്ളവൻ, നമുക്ക് സ്ഥാനമാനമുണ്ട്, അവന് സ്ഥാനമാനമില്ല. യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. അവൻ സ്വർഗീയ സമാനതയോ നിലനിർത്തിയില്ല. അവനോ തന്നെ തന്നെ ശൂന്യനാക്കി. അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യന്റെ പാദം കഴുകുമ്പോൾ എന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്, അവന്റെ കാലെ ഞാൻ കഴുകിയല്ലെന്ന് യേശു പറഞ്ഞില്ല. അവനെയും കാല് കഴുകി യേശു. യേശു എല്ലാവരുടെയും കാല് കഴുകി, ശിഷ്യന്മാരുടെ കാല് കഴുകി. കാല് കഴുകിയവന്റെ പേരാണ് യേശു എന്ന്. കണ്ടോ? ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരുവൻ നമ്മളെ ഒറ്റിക്കൊടുക്കുന്നുവോ അവനെയും സഹായിക്കും. നമ്മളെ മേടിച്ചിട്ട് തിരിച്ചു തരാത്ത മനുഷ്യനോ അവനെയും സഹായിക്കും. നമ്മളെ മാറ്റി നിർത്തുന്നവനെയോ അവനെയും സഹായിക്കും. ആരാണ് നമ്മുടെ ഗുരുവും കർത്താവും? യേശു കർത്താവ്. നമ്മൾ വേറെ ആരെയും നോക്കണ്ട.
നമ്മളോട് ദേഷ്യപ്പെടുകയോ വാശി കാണിക്കുകയോ ചെയ്യുന്നവരോട് നമ്മൾ സ്നേഹത്തോടെ അടുത്തു ചെന്ന് അവരോട് പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്കിടയാകും. പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവം ദൈവഹിതം തിരിച്ചറിയുന്ന മനോഭാവമായിരിക്കണം. നമ്മുടെ ഹൃദയവും ജീവിതവും ഒന്നായിരിക്കണം. നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിക്ഷേപം. ഹൃദയം ദൈവത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപമായിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകണ്ടേ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനും റോമാലേഖനത്തിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവിക വചനത്തിന്റെ ആഴത്തെ തിരിച്ചറിയാനും പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവപ്രസാദത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലിനെ പോലെ ജീവിക്കാൻ ഈ പ്രഭാതത്തിന് എനിക്കും ശക്തി തരണമേ, എന്നെയും ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.